ചെങ്ങന്നൂരിൽ നടന്നുവരുന്ന ദേശീയ സരസ് മേള വ്യത്യസ്ത ഭാഷയുടെയും രുചികളുടെയും സംഗമ വേദിയായി മാറുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് നേരിട്ട് ഈ വിപണന മേളയിൽ എത്തുന്നത്. പ്രായഭേദമന്യേ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുടുംബശ്രീ പ്രവർത്തകരെയാണ് സരസ് മേളയുടെ വേദികളിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ സ്റ്റാളുകളിൽ എത്തിയിരിക്കുന്നത് രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളാണ്. ഇത് കാണാനും വാങ്ങുന്നതിനുമായി ആലപ്പുഴ ജില്ലയിൽ നിന്നും മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ചെങ്ങന്നൂരിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതിന് പുറമെ വിവിധ രുചികളിലുള്ള ഭക്ഷണം അത് കഴിക്കാനുള്ള അവസരം കൂടിയാണ് ഈ മേള ഒരുക്കുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പറയുന്നു. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള തനത് വിഭവങ്ങൾ, രുചി വൈവിധ്യം ഈ സരസ് മേളയിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ചെങ്ങന്നൂരുകാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അടുത്ത 10 ദിവസം വീട്ടിൽ ഭക്ഷണമൊന്നും വെക്കണ്ട, വേറെ ഭക്ഷണമൊന്നും സ്ഥിരം കഴിക്കുന്നതൊന്നും കഴിക്കരുത്. ഇവിടെ വന്ന് പുതിയ പുതിയ രുചികൾ അന്വേഷിക്കുക. ഇതുവരെയുള്ള എല്ലാ സരസ് മേളയും വൻ വിജയമായിരുന്നു. അതിനെ കടത്തിവിട്ടും ചെങ്ങന്നൂർ എന്നാണ് ഉദ്ഘാടനത്തോടു കൂടി തന്നെ തെളിയിച്ചിട്ടുള്ളത്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിയോടെ പ്രശസ്ത പിന്നണി ഗായകർ അണിനിരക്കുന്ന ഗാനമേളയും മറ്റ് കലാപരിപാടികളും ആസ്വദിക്കുന്നതിനും പതിനായിരങ്ങളാണ് ചെങ്ങന്നൂരിലേക്ക് എത്തുന്നത്. ഇതിനിടയിൽ ഇവിടെ എത്തുന്ന കുട്ടികൾക്കും സമയം ചിലവഴിക്കുന്നതിന് മനോഹരമായ അഡ്വഞ്ചർ പാർക്കുകൾ വരെ ഒരുക്കിയിട്ടുണ്ട്. ചെങ്ങന്നൂരിലുള്ളവർക്ക് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മലയാളികൾക്ക് ഇന്ത്യയിലെ വിവിധ രുചികൾ ആസ്വദിക്കാനുള്ള ഒരു അവസരമാണ് കൈവന്നിരിക്കുന്നത്. ക്യാമറാമാൻ രാജേഷ് പുളിങ്ങുന്നതിനൊപ്പം ഷാജഹാൻ.